ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിള്ളേരുടെ അടുത്തായിട്ട് പോവുകയാണ്. ചെറിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇതാ വരുന്നു. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം മുത്തലാളി നമ്മളേ മക്കളുടെ അടുത്ത് പോയപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മന്തിയൊക്കെ വാങ്ങി. നല്ല അടിച്ചപൊളി കുഴിമന്തി കിട്ടുന്ന പുന്നക്കാട്ടിലെ ഒരു സ്ഥാപനമാണ്. സൂപ്പർ മന്തി കേട്ടോ അവിടെ. അപ്പോൾ നമ്മളവിടുന്ന് മന്തിയൊക്കെ വാങ്ങിയിട്ടാണ് പോണത്. മന്തി വാങ്ങിച്ചു, പിന്നെ കുട്ടികൾക്ക് കുറച്ച് മുട്ടായി വാങ്ങിച്ചു. ബേബിക്കൊക്കെ ഭയങ്കര മധുരം ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ ഒരു ചക്കൻ്റെ ഒരു സ്വീറ്റ്സ് മുട്ടായി, പിന്നെ കടല മുട്ടായി, പിന്നെ ഒരു വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തൊരു അടിപൊളി മിക്സറുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ വാങ്ങിച്ചു. അത് നല്ല രസം വെറുതെ ഇങ്ങനെ കഴിക്കാൻ. വയൽ മുറിയാവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സെറ്റപ്പ് മിക്സറായിരുന്നു, ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേബിയുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. ബേബിയും അമ്പിളിയും നമ്മുടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. ഗെയ്സ് വെറുതെ അവരിങ്ങനെ നിൽക്കട്ടോ അവിടെ. ഞങ്ങൾ വരുന്ന അമ്പിളിൻ്റെ ആ ഒരു ഇത് കണ്ടു കേട്ടോ. ആ അന്തം പൊട്ടുക്കുന്ന ആൾ. എന്താ ഇപ്പോൾ ഇത് കഥ, ആരപ്പോൾ ഇത് വരുന്നത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ ചിന്തിക്കണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ വണ്ടി എടുത്തതിപ്പോൾ ആൾക്ക് മനസ്സിലായി. ആ ഒരു സന്തോഷമാണ് കാണേണ്ടത് കേട്ടോ. ഹാപ്പിനെസ്, അതാണ് സന്തോഷം കണ്ടത്. നമ്മളെ കണ്ടതും അവരിതാ അമ്പിളിതാ വണ്ടിയിലേക്ക് ചാടി കയറിയിട്ടുണ്ട് ഗെയ്സ്. അവൾ വളരെ ഹാപ്പിയാണ്. എല്ലാവരും കണ്ടപ്പോൾ വളരെ സന്തോഷം. നമ്മളെ മക്കളെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വൈകിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കൂടി. അപ്പം ഗെയ്സ് അമ്പിക്കുട്ടി പോണേ, അമ്പിക്കുഞ്ഞും പോണേ. അപ്പോൾ ഗെയ്സ് ഞാനിതാ മോളുമായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്ക് ചായക്ക് കടി വാങ്ങാൻ വേണ്ടി പുറത്ത് പോയതായിരുന്നു. ഞങ്ങളൊന്ന് കിടന്നുറങ്ങി. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അമ്പിളിനെ കൊണ്ടുപോകണില്ല, ചുമ്മാ അമ്പിളിനെ കാണാൻ വേണ്ടി വന്നല്ലേ. അപ്പോൾ അമ്പിളിക്ക് വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ വരുവാണ്. നമ്മൾ നിർത്തിയിട്ട വീഡിയോ കേട്ടോ, ഓടുന്നില്ല, ആ ഒരു വിഷയം വേണ്ട. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തേങ്ങാച്ചോറുണ്ടായിരുന്നു, നമ്മൾ കൊണ്ടുപോയ മന്തി ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും പറയാതെ കൊണ്ടുപോയത്. അപ്പോൾ കഴിച്ച് ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റ് ഇത് ചായക്ക് കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചായ കുടിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഒരു ചായ കുടി ചുമ്മാ വൈകുന്നേരം. ബേബി അടിച്ചോ? അമ്പിളി ഇവിടെ ഉണ്ട്, വെറുതെ ചായ കുടിക്കാൻ വിചാരിച്ചു. അമ്പിളിയുടെ വീട്ടിൽ വന്നു, ഉച്ചക്ക് ഊടൊക്കെ കഴിച്ചു. ഞങ്ങൾ മന്തി കൊടുത്തിരുന്നു, അത് കഴിച്ചു. ഇവിടെ തേങ്ങാച്ചോറുണ്ടായിരുന്നു, അത് കഴിച്ചു. ഒന്ന് കിടന്നുറങ്ങി. പപ്പ അമ്പിളി ഉച്ചക്ക് ഉറങ്ങിയില്ല കേട്ടോ. അമ്പിളിക്ക് എന്തോ ഒരു അസ്വസ്ഥത. ഞങ്ങൾ പോകുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറക്കം കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് പോയി ചായക്ക് കടിയൊക്കെ വാങ്ങി അമ്പിളിയെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ ചായക്ക് കുടിച്ചു. ഇനി ഞങ്ങൾ പോവും. ടാറ്റ കൊടുത്താ? ടാറ്റുണ്ടോ? അപ്പൊക്ക് ടാറ്റുണ്ടോ? എന്നാ പേര് പോവാ, ഞങ്ങൾ പോവാ. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ അമ്പിളെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പാലമുണ്ട്. അപ്പോൾ പുഴയും പാലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കുത്തൊഴുക്കുള്ള വെള്ളവും കലക്കൽ വെള്ളമൊക്കെയാണ് കാണുന്നത്. വലിയ പുഴയാണ്, വലിയൊരു പാലവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾ താഴെ വല വെച്ച് മീൻ പിടിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള വെള്ളത്തിൽ ഞാനും കുറേ കളിച്ചതാണ് എൻ്റെ കുഞ്ഞുനാളിൽ. പുഴയുടെ സൈഡിലായിരുന്നു നമ്മളും താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് വന്നു. പാലവും പുഴയും അരിമണൽ പാലത്തിങ്ങനെ നമ്മൾ താമസിച്ചുകൊണ്ട് നമുക്കതൊക്കെ അറിയാം കറക്റ്റായിട്ട്. അപ്പോൾ കുഞ്ഞുമക്കളിങ്ങനെ കറങ്ങി കളിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ പാലത്തുമ്പോൾ ഒത്തിരി ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. വെള്ളം പെട്ടെന്നാണ് ഒഴുകി വരിക. കണ്ടോ പാലത്തിൻ്റെ ഒരു വൈബ്, ഭയങ്കര വൈബാണ് ഇവിടെ കാണാൻ കേട്ടോ. രസമാണ്. എൻ്റെ മുകൾ ഭാഗമാണ് പുഴയുടെ. നല്ല വീതിയുള്ളൊരു പുഴയാണ്. ഇവിടെ വരുമ്പോൾ പെണ്ണ് എപ്പോഴും പറയും ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കണം, ഇവിടെ നല്ല രസമാണെന്ന് എപ്പോഴും പറയും. പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. നല്ല വീതിയുള്ളൊരു പാലമാണ്. പക്ഷേ അവിടെയുള്ള റോഡ് ചെറിയൊരു കുഗ്രാമം, ചെറിയ റോഡ്.
പക്ഷേ പാൽ അടിപൊളി കേട്ടോ. അത്ര സെറ്റപ്പുള്ള പാൽ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയില്ല, കാളിയങ്ങാടിയിൽ പോലും ഇല്ല അതുപോലത്തെ ഒരു പാലം. അതിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഞാൻ പെണ്ണിനോട് പറഞ്ഞു നല്ലൊരു ചായയും വെറൈറ്റി കടികളൊക്കെ ആയിട്ടൊരു ടീ ഹബ്ബുണ്ട് ഇവിടെ. നല്ല രസമാട്ടോ അവിടെ ചെന്ന് ചായ. ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ വിറ്റ് മടങ്ങി വരുന്ന സമയത്ത് അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചിരുന്നു. നല്ല വൈബുണ്ട്, നല്ല രസമുണ്ട് ഭക്ഷണം. അവിടെ കടികളൊക്കെ നല്ല ടേസ്റ്റുണ്ട്, അടിപൊളി ചായയും കിട്ടും. ചെക്കന്മാർ നല്ല ചായ എടുത്ത് തരും. അപ്പോൾ ഗൈസ് കാളികാവ് റോട്ടിലെ ഇതാ ഒരു ചായ ബാറുണ്ട്. അവിടെ നിന്ന് ഒരു ചിക്കൻ്റെ പീസും ഒരു സാൻഡ്വിച്ചും 2 കോഫിയും ഞങ്ങൾ കഴിക്കുകയാണ്. ബേബിയെ കൊണ്ട് വിട്ട് പോരട്ടെ, അവിടെ ചായ കടി കഴിച്ചാൽ ബേബി ഇത് കണ്ടാൽ ചീറും. ബേബി നിൽക്കാറേ ഈ വീഡിയോ കാണുമ്പോൾ. ബേബി ഞങ്ങളിതാ കോഫി കുടിക്കുന്നു, ഞങ്ങളിതാ കോഫി കുടിക്കുന്നു കേട്ടോ. ഇതൊന്നും കയറുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് പിടിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്.